ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് പ്ലാന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ വെള്ളം മാറിയായിരുന്നു, പ്ലാന്റ്സ് കുറച്ച് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആമസോൺ സോഡ് എന്ന് പറയുന്ന പ്ലാന്റാണ് ആഡ് ചെയ്യണത്. മാത്രമല്ല പൊതുവേ സ്നേക്കേഴ്സ് ഇച്ചിരി ഹൈഡിങ് സ്പോട്ട് ഉണ്ടെങ്കിൽ ഇച്ചിരി കംഫോർട്ടബിളാണ്. അല്ലാണ്ട് തന്നെ അവർ കംഫോർട്ടബിളാണ് നമ്മുടെ എങ്കിലും ഇത് ആഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇതാകുമ്പോഴത്തേക്കും ഫുള്ള് വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കണമെന്നില്ല. അതിൻ്റെ ലീഫ് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. വെച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരന് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. ഇവർക്ക് പൊതുവെ പേടി കുറവാണ്, നമുക്ക് അവരെ ടച്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ കടി കിട്ടാണ്ട് നോക്കണം. അഗ്രഷൻ ഇച്ചിരി കൂടുതലാണ്. അതിനുശേഷം നമ്മൾ ഫീഡ് ചെയ്തു. ചിക്കൻ ലിവറാണ് ഫീഡ് ചെയ്തത്. ആ ഫീഡ് ചെയ്യുമ്പോൾ ടൈമിലുള്ള അഗ്രഷനാണ് ഈ കാണുന്നത്. മീനുകൾക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചുറ്റും യുവന്മാരെ കൊണ്ട് നിറയും. നമ്മളൊരു മൃഗസ്നേഹി കുടുംബം ആയതുകൊണ്ട് ഇതുപോലത്തെ കുറച്ച് അംഗങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരോടുള്ള സ്നേഹം കൂടുതൽ കാരണം ഇവരുടെ കുട്ടിപ്പരിവാരങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇവർ ഈ രാവിലെ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ടാങ്കിൻ്റെ ചോട്ടി വന്നിരുന്ന് ഞാൻ മീൻ കൊടുക്കണതിൻ്റെ ഒരു അംശം ഇവർ പറ്റിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഡെയിലി ഞാൻ വരുന്ന കൂടെ തന്നെ ഇവിടെ ഉണ്ടാവും. നമ്മുടെ റെപ്റ്റൈൽ കാറ്റ് ഫിഷിൻ്റെ അപ്പോൾ ടാങ്ക് മാറ്റിട്ടൊക്കെ ഇന്നത്തേക്ക് ഒരാഴ്ചയായി. അപ്പോൾ ഈ ഒരാഴ്ച അവർ എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫീൽ എടുക്കാൻ തുടങ്ങിയായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്നിപ്പോൾ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പോണത് ചിക്കൻ ഹാർട്ടാണ്. ചിക്കൻ ഹാർട്ട് ആകുമ്പോൾ ഓവർ ഫീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവർക്ക് അവരുടെ സ്റ്റോമക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ നമ്മൾ ചിക്കൻ ഹാർട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. 2 പേരും എടുക്കും കേട്ടോ. അത് ആദ്യമേ ടൈഗർ ഷെവൽനോസ് ഹൈബ്രിഡ് കാറ്റ് ഫിഷ് എടുത്ത് അത് റെപ്റ്റൈൽ കൊടുത്തു. കഴിഞ്ഞ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇത്തിരി ശാന്തമായി നിൽക്കുവാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മീനുകൾ ഫീഡ് എടുക്കാനൊക്കെ ഇച്ചിരി ഡിലേ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇട്ടിട്ടുണ്ടാകുന്ന അറിയാൻ പാടില്ല. ഇവർ പ്രോപ്പറായിട്ടൊക്കെ ഫീഡ് എടുക്കാറുണ്ട്. നമ്മുടെ ഗോൾഡൻ ഗാർ ടാങ്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ഗാർ നോർമൽ അല്ലെങ്കിൽ ഗാറും കിടപ്പുണ്ട്. ഇപ്പോൾ ഇവർ ഒരുമിച്ചാണ് കിടക്കുന്നത്. അവരെ കാണാൻ കിട്ടാറില്ല, കാരണം ടാങ്കിലെ വെള്ളം മൊത്തം ബ്ലാക്ക് കളറാണ്. സ്പെഷ്യൽ ക്ലിയർ വാട്ടറാണ് കേട്ടോ. നമുക്ക് പുറത്ത് വലയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഇതായി കിടക്കുന്നത്. ഗോൾഡൻ നല്ലപോലെ രീതിയിൽ കാണാൻ പറ്റും. ആൽബിനോ ഗാറാണ്, അതിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. പക്ഷേ അവൻ്റെ നോസ് മാത്രമേ കാണാവുള്ളൂ ബ്ലാക്കിൻ്റെ. അപ്പോൾ ഇവർ നല്ല ആക്റ്റീവാണ് 2 പേരും. പക്ഷേ അഗ്രഷൻ കൂടുതലാണ്. നമുക്ക് കൈയിന് ഇടാൻ പറ്റത്തില്ല, കൈയിട്ട് ഞാൻ അപ്പം കടി കിട്ടും. ഇവരുടെ കൂടെ ഒരു ഫ്ലോറിഡ ഗാർ കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് പുള്ളിക്കാരൻ ഞാനൊന്ന് മാറ്റിയിട്ടിരിക്കുകയാണ് വേറൊരു ടാങ്കിലേക്ക്. ഇപ്പോൾ റെപ്റ്റൈലിൻ്റെയൊക്കെ കൂട്ടത്തിലായിട്ടിരിക്കണത്. അവർ അത്യാവശ്യം കമ്മ്യൂണിറ്റി ടാങ്ക് കിടക്കാൻ പറ്റിയ ഫിഷാണ് ഫ്ലോറിഡ ഗാർ, റെപ്റ്റൈൽ, അതുപോലെ തന്നെ ഓസ്കാർ, ജെയിൻ ഗൗര. അപ്പോൾ അവരെ 4 പേര് ഞാൻ ഒരുമിച്ചായിട്ടിരിക്കണം. ഗാറുകളിൽ നമുക്ക് അത്യാവശ്യം അക്വരത്തിലിട്ട് വളർത്താൻ പറ്റിയൊരു ഗാർ പെട്ടതാണ് ഫ്ലോറിഡ ഗാർ. മാക്സിമം 4 ഫീറ്റൊക്കെ വലുതാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരനെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു വലിയ ടാങ്കിലാണ്. അതൊക്കെ അത്യാവശ്യം അക്വരത്തിലിട്ട് വളർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഗാറിനെ വളർത്തുന്നുണ്ടെങ്കിൽ അലിഗേറ്ററിനേക്കാളും നല്ലത് ഫ്ലോറിഡ ഗാർ തന്നെയാണ്. കാരണം ഒരുപാട് സൈസ് വെക്കത്തില്ല, പെട്ടെന്നൊന്നും സ്ലോ ഗ്രോത്താണ്. അതുപോലെ ഫീഡും ഒരുപാട് ഫീഡ് വേണമെന്നില്ല. അഗ്രഷൻ കുറവായതുകൊണ്ട് തന്നെ നല്ലൊരു കമ്മ്യൂണിറ്റി ഫിഷാണ് ഫ്ലോറിഡ ഗാർ. നമ്മുടെ മിക്സഡ് ഗപ്പീസ് നേരത്തെ ഉണ്ടായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഡംബോ ഇയർ എന്ന് പറഞ്ഞ ബ്രീഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവർ കിടക്കുന്നുണ്ട് ടാങ്കിൽ. അപ്പോൾ ജസ്റ്റ് എടുത്ത് നിന്ന് നോക്കിയതാണ്. ചെറിയ സൈസിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരാഴ്ച പറ്റേ. അപ്പോൾ ഈ ഒരു സൈസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ടെയിലൊക്കെ വെച്ചിട്ട് നീട്ടാൻ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ ബ്രീഡിംഗ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. 2 ഫീമെയിൽ ഒരു മെയിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫുൾ ഫിഷസിനെ കാണിച്ചിട്ട് വീഡിയോ ഇടാൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഞായറാഴ്ച എന്തായാലും നമ്മുടെ കയ്യിലുള്ള എല്ലാ മീനുകളും എടുത്ത് കാണിച്ചു തന്ന് നമുക്ക് വീഡിയോ ഇടുന്നതാണ്. എനിക്ക് പേഴ്സണലി കുറച്ച് അധികം ഇഷ്ടപ്പെട്ടൊരു ഫിഷാണ് ഇത് ജൈൻ ഗൗരാമി എന്ന് പറഞ്ഞത്. നല്ല രീതിയായിട്ട് നമ്മളൊരുപാട് നല്ല രീതിയിൽ കമ്പനി ആവുന്ന ഫിഷാണ്. നമ്മളൊരുപാട് പേടി ഉണ്ടാകത്തില്ല. പിന്നെ ഇവർ കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് കറി വെക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. ഞാൻ വളർത്തുന്നതിന് അങ്ങനെ കറി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടം. ഇവർ നല്ല ഫ്രണ്ട്ലിയാണ്. വിസിലടിച്ചാൽ വരും ഇവർ. അതൊരു പ്രത്യേകത തന്നെയാണ്. ഞാൻ അങ്ങനെയാണ് ഇവർക്ക് ഫീഡ് ചെയ്യാറ്. ഇവരുടെ തന്നെ റെപ്റ്റൈൽ ജെയിൻ ഗൗരാസ് എന്ന് പറയുന്നത് ബ്രീഡുകളുണ്ട്. അപ്പോൾ അതിന് ഒരെണ്ണം വലുത് നമ്മുടെ കുളത്തിൽ കിടപ്പുണ്ട്. ബാക്കി ഒരുത്തന്നെ അക്വരത്തിലും പിന്നെ ഒരുത്തന്നെ വേറൊരു ടാങ്കിലും ഇട്ടിട്ടുണ്ട്. ഒരുമിച്ചിട്ട് ഞാൻ ഫൈറ്റ് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. വലിയ ടാങ്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ചെറിയ ടാങ്കായി കൊണ്ടാണ് ഞാൻ 2 പേരും ഒരുമിച്ചിടാത്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപേണ അറിയിക്കാവുന്നതാണ്. ഞാനത് പരിഹരിച്ച് അടുത്ത പ്രാവശ്യം നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇൻഫോർമേറ്ററി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അടുത്ത പ്രാവശ്യം കാണാം. ടിൽ ദെൻ ബൈ ബൈ.